നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങളെ അറിയാവുന്ന പലരും ഞങ്ങളോട് നേരിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി മെഡിസിൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണേ എന്ന്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങളുടെ മകൻ ഇതുപോലെ ഒരു രാജ്യത്ത് മെഡിസിൻ പഠിക്കാൻ പോയി. ഈ ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി ഒരു വർഷം പൂർത്തിയാകും. ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പലരും ഞങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു യൂറോപ്യൻ രാജ്യത്ത് നാട്ടിൽ പഠിക്കുന്നതിലും ചിലവ് കുറഞ്ഞ രീതിയിൽ MBBS എങ്ങനെ പഠിക്കാം, മെഡിസിൻ അല്ലാതെ മറ്റ് എന്തൊക്കെ കോഴ്സുകൾ ഈ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാൻ പറ്റും, ചിലവ് കുറഞ്ഞ് മെഡിസിൻ പഠിക്കാൻ പറ്റിയ യൂറോപ്യൻ രാജ്യം ഏതാണ്, ഇങ്ങനെ ഒരു രാജ്യത്ത് നിങ്ങൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഏതെങ്കിലും ഏജൻസി വഴി നിങ്ങൾക്ക് മെഡിസിൻ പഠിക്കാൻ പോകാൻ പറ്റുമോ, പ്രത്യേകിച്ചും ഇപ്പോൾ +2 റിസൾട്ട് കിട്ടി നീറ്റ് എക്സാമിന് വേണ്ടത്ര മാർക്ക് കിട്ടാതെ വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുന്നവർ, അതുപോലെ തന്നെ അയർലൻഡിലാണെങ്കിൽ +2വിൻ്റെ എക്സാം നടക്കാൻ പോകുന്നതേയുള്ളൂ. അതിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേക്കും മാത്രമേ ഇവിടെ എൻട്രൻസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കും ഒക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറയാൻ കാരണം, യൂറോപ്യൻ രാജ്യത്തുള്ള ഒരു കുട്ടിക്ക് മറ്റൊരു യൂറോപ്യൻ രാജ്യത്ത് പോയി പഠിക്കുന്നതിന് വിസ നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല. നേരെ അഡ്മിഷൻ എടുക്കുക, പഠിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. മറിച്ച് UK, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വിസ, അതുമായി ബന്ധപ്പെട്ട PCC തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ വിവരങ്ങളും വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അയർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ് അങ്ങനെ തുടങ്ങി മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രാജ്യമാണ് ബൾഗേറിയ. ബൾഗേറിയയിലെ വാർന എന്ന സ്ഥലത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വാർന ആണ് എൻ്റെ മകനും പഠിക്കുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവം കൊണ്ട് നിനക്ക് എന്താണ് ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് എന്ന്. അവൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, നിങ്ങൾ പഠിക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് വാർന മെഡിക്കൽ യൂണിവേഴ്സിറ്റി ബൾഗേറിയ. അല്ല, മാതാപിതാക്കളുടെ കുറേ പണം ചെലവാക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങോട്ട് ചെല്ലേണ്ട, വേറെ എവിടെയെങ്കിലും സ്ഥലം നോക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണ് നിങ്ങൾ വിടുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർ പഠിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ 100% ഇത് നല്ല ഒരു ഓപ്ഷനാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വാർന ബൾഗേറിയ. കാരണം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഫീസാണ് ഓരോ വർഷവും അവർ ഈടാക്കുന്നത്. മാത്രമല്ല, വർഷത്തിൽ 2 തവണയായി നമുക്ക് ഈ ഫീസ് അടയ്ക്കാവുന്നതുമാണ്. ആദ്യമേ പറയട്ടെ, കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ അടച്ച ഫീസ് 4500 യൂറോ വെച്ച് 2 തവണയാണ്. അതായത് ഓരോ സെമസ്റ്ററും 4500 യൂറോ വെച്ചാണ് അടയ്ക്കുന്നത്. അതായത് വർഷത്തിൽ 9000 യൂറോ ആണ് ഫീസ്. ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള കാരണം, നേരത്തെ അവിടെ പഠിക്കുന്ന കുട്ടികളെ അറിയാമായിരുന്നതുകൊണ്ടും അവരെ അവിടെ ജോയിൻ ചെയ്യാൻ സഹായിച്ച സ്റ്റഡി വെൽ മെഡിസിൻ എന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയാമായിരുന്നതും കൊണ്ടാണ്. അവിടെ ചെയ്യേണ്ടുന്ന A to Z കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റും ഡീറ്റെയിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതാണ് ഇവിടേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആദ്യ കടമ്പ. എൻട്രൻസിൻ്റെ റിസൾട്ട് വരുന്നതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ 1 by 1 ആയി അവർ നമുക്ക് പറഞ്ഞു തരും. EU നാഷണാലിറ്റി ഉള്ളവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളും non-EUക്കാർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളും കുറച്ച് വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി സമയാസമയം സ്റ്റഡി വെൽ മെഡിസിൻ്റെ പ്രതിനിധികൾ നമ്മളെ അറിയിച്ചിരിക്കും. അത് നമ്മുടെ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അങ്ങനെ തുടങ്ങിയ ചില ഡോക്യുമെൻറ്റുകളൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ അടുത്തത് വിസ എന്ന സ്റ്റെപ്പാണ്. ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്? മെയിനായിട്ടുള്ളത് മെഡിസിൻ MD പ്രോഗ്രാം 6.5 വർഷത്തെ കോഴ്സാണ്. മെഡിസിൻ പഠന രംഗത്ത് ഈ കോളേജിന് 50 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അടുത്തത് ഡെൻ്റൽ മെഡിസിനാണ്. ഇതും 6 വർഷമാണ് ഉള്ളത്. അടുത്തത് ഫാർമസി, അതും മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്, 5 വർഷം. ആദ്യം പറഞ്ഞ ഈ 3 കോഴ്സുകളും മാസ്റ്റേഴ്സ് പ്രോഗ്രാമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കൂടാതെ
+2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഡിഗ്രി കോഴ്സുകളും ഇവിടെയുണ്ട്. നഴ്സിംഗ്, മിഡ്വൈഫറി, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, സ്പീച്ച് തെറാപ്പി പ്രോഗ്രാമുകൾ തുടങ്ങിയ കോഴ്സുകൾ 4 വർഷം കൊണ്ട് പഠിക്കാവുന്നതാണ്. ഈ അഡ്മിഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വിസ എടുക്കുന്ന കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇതുകൂടാതെ ഇവിടെ പഠിക്കാൻ വരുന്നവർ ഇവിടുത്തെ ഓൺ ലാംഗ്വേജായ ബൾഗേറിയൻ ആദ്യത്തെ 3 വർഷം പഠിക്കുകയും വേണം. അത് കമ്പൽസറിയാണ്. ഇവിടെ മാത്രമല്ല, ഏതൊരു രാജ്യത്താണോ നിങ്ങൾ ഇതുപോലെ ഉള്ള കോഴ്സുകൾ പഠിക്കാൻ പോകുന്നത് അവിടെയെല്ലാം അവരുടേതായ ലാംഗ്വേജുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ സ്റ്റഡി വെൽ മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിലും ഫോൺ നമ്പറും മറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് വിസ കിട്ടി നിങ്ങൾ ബൾഗേറിയയിലേക്ക്, അതായത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വാർണയിലേക്ക് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു പാശ്ചാത്യ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ നഗരങ്ങളുടെ വലിയ ഭംഗിയൊന്നും ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇവിടെ തോന്നണം എന്നില്ല. എന്നാൽ പൂർണ്ണമായിട്ടും അങ്ങനെയാണെന്ന് പറയാനും പറ്റുകയില്ല. പഴയതും പുതിയതുമായ കുറേ വലിയ കെട്ടിട സമുച്ചയങ്ങളും സിറ്റിയിൽ നിന്നും അല്പം ദൂരത്തായി വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും, അങ്ങനെ ഒരു പട്ടണത്തിൽ എന്തൊക്കെ ഉണ്ടാവണമോ അതൊക്കെ അല്പം കൂടുതലായി തന്നെ ഇവിടെയും ഉണ്ട്. നല്ല തിരക്കുള്ള ഒരു സിറ്റി തന്നെയാണ് ഇവിടെ. ബ്ലാക്ക് സീയുടെ തീരത്തായിട്ടാണ് ഈ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പലതവണ ഇപ്പോൾ ഈ രാജ്യത്ത് പോയി കഴിഞ്ഞു. ഈ സംഭാഷണത്തോടൊപ്പം ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും പകർത്തിയെടുത്തിട്ടുള്ളവയാണ്. ഈ പട്ടണത്തെക്കുറിച്ച് ആമുഖമായിട്ട് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾ ഏജൻസി ത്രൂ ആണ് ഇവിടെ വരുന്നതെങ്കിൽ, നല്ല ഏജൻസികളാണെങ്കിൽ നിങ്ങളെ എയർപോർട്ടിൽ നിന്നും റിസീവ് ചെയ്ത് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് നിങ്ങളെ ഇതിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റി മാനേജേഴ്സ് കൊണ്ടുവന്നാക്കും. അതിനുശേഷം അടുത്ത ദിവസം നിങ്ങളെ കോളേജിൽ കൊണ്ടുപോയി എൻറോൾ ചെയ്യിക്കുകയും നിങ്ങൾക്ക് സ്ഥിരമായി താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റുകൾ അറേഞ്ച് ചെയ്ത് തരുന്നതിനും അവർ നിങ്ങളെ സഹായിക്കും. സിംഗിളായി താമസിച്ചു കഴിഞ്ഞാൽ ഏകദേശം 375 രൂപ മുതൽ 425 വരെയുള്ള യൂറോയ്ക്ക് ഒരു 1 ബെഡ്റൂം സെറ്റ് അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി 2-3 പേർ ചേർന്ന് ഷെയർ ചെയ്ത് താമസിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയും റെൻറ്റ് അല്പം കുറയുകയും ചെയ്യാനും സാധ്യതയുണ്ട്. സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ മിടുക്കുള്ള കുട്ടികളാണെങ്കിൽ ആ വഴിക്കും അല്പസ്വല്പം ക്യാഷ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. മറ്റ് ഇതര യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് ലിവിങ് എക്സ്പെൻസ് കുറവുള്ള രാജ്യമാണ് ബൾഗേറിയ. നിങ്ങൾ ഒരു വീട് സെലക്ട് ചെയ്യുമ്പോൾ കോളേജിനടുത്ത് തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നമ്മൾ കോളേജിലേക്ക് നടന്നു പോകാനേ പറ്റുകയുള്ളൂ. പല ബിൽഡിങ്ങുകളിലായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഏകദേശം 3 ബ്ലോക്കുകളായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം അടുത്തായി തന്നെ വീടുകൾ എടുക്കാൻ ശ്രമിക്കുക. 5-6 മിനിറ്റിൽ കൂടുതൽ നടക്കാനുള്ള ദൂരത്തേക്ക് പോകാതിരിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി ഞങ്ങൾ തരുന്നതുമായിരിക്കും. കാരണം കുട്ടികൾക്ക് ഉള്ളതിനേക്കാൾ ആകുലതയാണ് മാതാപിതാക്കൾക്ക്. പിന്നെ ഷോപ്പിങ്ങിനും മറ്റും പോകാനായി നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നടന്നു പോകാം. പിന്നെ മെയിനായിട്ടുള്ളത് ടാക്സിയാണ്. വളരെ ചീപ്പറാണ് ഇവിടെ ടാക്സി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ടാക്സിയാണ്. അതുപോലെ തന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് EU ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾക്കതിൽ പൈസ ഇട്ട് കൊടുത്താൽ അവർക്ക് ഇവിടെ നിന്നും എടുക്കാൻ കഴിയുന്നതാണ്. അയർലൻഡിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് റെവല്യൂട്ട് കാർഡ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ക്യാഷ് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അധികം സേഫ് അല്ല. എന്നാൽ തന്നെയും കുറച്ച് യൂറോ കയ്യിൽ കരുതുകയാണെങ്കിൽ ഇവിടെ മണി എക്സ്ചേഞ്ച് ചെയ്തു തരുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് മാത്രമേ നിങ്ങൾ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാവൂ. ഹോട്ടൽ എടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ ഓർബിറ്റ. അവിടെ ബുക്ക് ചെയ്യാം. വേറെ ഹോട്ടലുകളുമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു 3 സ്ഥലത്തായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നതെന്ന്. ഒന്ന് മെയിൻ ബിൽഡിങ്, രണ്ടാമത്തേത് ഫാർമസി ബിൽഡിങ്, മൂന്നാമത് മെഡിക്കൽ കോളേജ്. അടുത്തത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു മൊബൈൽ കണക്ഷൻ എടുക്കേണ്ടി വരും. പല വീടുകളിലും വൈഫൈ ഉള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു സിം എടുത്താൽ മാത്രം മതി. 20 ദിവസം കൂടുമ്പോൾ 12 ലവ് കൊടുത്ത് റീചാർജ് ചെയ്താൽ മതി.
ഏകദേശം 12 GB ഡാറ്റ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഏതെങ്കിലും കാരണവശാൽ വീട്ടിൽ വൈഫൈ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മന്ത്ലി എടുക്കാവുന്ന കണക്ഷനും ഉണ്ട്. വിവാകോം എന്ന കമ്പനിയാണ് ബെസ്റ്റ്. അടുത്തത് ഷോപ്പിംഗ് ആണ്. അതായത് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ഒരുപാട് കടകളുണ്ട്. ലിഡിൽ എന്ന സൂപ്പർ മാർക്കറ്റ് ബെസ്റ്റാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെയില്ല. മാത്രമല്ല ഇത് ഈ കോളേജുകൾക്ക് അടുത്ത് തന്നെയാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ക്ലാസ്സുകൾ തന്നെയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. പഠിപ്പിക്കാനുള്ളത് ഭംഗിയായി അവർ പഠിപ്പിച്ചിരിക്കും. പഠിക്കേണ്ടുന്നത് നമ്മുടെ ചുമതലയാണ്. മിക്കവാറും എല്ലാ ആഴ്ചകളിലും എക്സാമുകളുണ്ടാവും. എല്ലാ എക്സാമുകളും പാസ്സായെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ എക്സാമുകളുണ്ട്. ആ എക്സാം പാസ്സായില്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിലേക്ക് പോകാൻ കഴിയുകയില്ല. ഇങ്ങനെ മെഡിസിൻ പഠിക്കാൻ വരുന്നവർ വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് അവരുടെ തലയിൽ എടുത്തു വെക്കുന്നത്. അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഠിക്കാൻ വരണം. ഈ 6.5 വർഷത്തെ കോഴ്സ് മിടുക്കരായി പഠിച്ചു പോകാനുള്ള നിശ്ചയദാർഢ്യവും ഉണ്ടായിരിക്കണം. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ കൂടാതെ അയർലൻഡ്, ജർമ്മനി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ധാരാളം കുട്ടികളാണ് വിവിധ കോഴ്സുകൾക്കായി ഇവിടെ ഓരോ വർഷവും പഠിക്കാൻ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അടുത്ത യാത്രയിൽ കാണുന്ന കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.